ഇന്നത്തെ കാലാവസ്ഥ പരിശോധിക്കുമ്പോഴത്തേനും സംസ്ഥാനത്തെ കാലാവസ്ഥ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മഴ വിട്ടൊഴിഞ്ഞ സാഹചര്യമാണ് പൊതുവിലുള്ളത്. എൽനിനോ പ്രതിഭാസം ശക്തി ആർജിച്ചതോടെയാണ് സംസ്ഥാനത്തെ കാലവർഷം ദുർബലമാകുന്നത്. കാലവർഷത്തിന്റെ അവസാനത്തോടെയാകും ഇനിയിപ്പോൾ മഴ ശക്തമാവുക എന്നാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. അടുത്ത 3 മണിക്കൂറിലേക്ക് എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യത കൂടിയുണ്ട്. നമ്മുടെ മാപ്പ് ഇപ്പോൾ വരും. മാപ്പ് പരിശോധിക്കുമ്പോഴത്തേനും ഇന്ന് 2 ജില്ലകളിൽ മാത്രമേ മഴ മുന്നറിയിപ്പുള്ളൂ. അത് പത്തനംതിട്ടയും ഇടുക്കിയുമാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ശക്തമായ മഴയില്ലാത്തത് കൊണ്ടും കാലാവസ്ഥ അനുകൂലമായതിനാലും ഇന്ന് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്കുകളില്ല. അപ്പോൾ ഇതാണ് പൊതുവെയുള്ളൊരു മഴ സാഹചര്യമൊക്കെ പരിശോധിച്ചാൽ. നമുക്ക് താപനിലയിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഉയർന്ന താപനില ആയിട്ട് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് ആണ്. എറണാകുളം ജില്ലയിൽ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില 35 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസുമാണ്. അതേപോലെ കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂർ ജില്ലയിലെ ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. ഇതാണ് പൊതുവിൽ ഒരു കാലാവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ. മഴയുണ്ടാകും എന്ന് വെച്ചാൽ അങ്ങനെ അലേർട്ടുകൾ കാര്യമായിട്ട് എല്ലായിടത്തും ഇല്ല എങ്കിലും മഴ ഉണ്ടാകും. ചെറിയ രീതിയിലൊക്കെ മഴ ഉണ്ടാകും. അതേപോലെ തന്നെ ചൂട് വീണ്ടും കുറച്ചൊന്ന് കൂടി വരുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാലാവസ്ഥ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു വാർത്തയിലേക്ക്